മലയാളികളുടെ ഓണം മൂഡിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. സെയ്ഫുന്നീസ അലിയാർ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേർന്നിട്ടുണ്ട്. സെയ്ഫുന്നീസ നേരത്തെ ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞിരുന്നു വൈകുന്നേരമാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉള്ളത് എന്നപ്പോൾ അവിടെ നിന്നുമാണ് സെയ്ഫുന്നീസ നമുക്കൊപ്പം ചേരുന്നത്. സെയ്ഫുന്നീസ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ആഘോഷത്തിൽ പോയാൽ അവിടെ അങ്ങ് അലിയുന്ന ഒരാളാണ്. അത് വള്ളംകളിയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. സെയ്ഫുന്നീസ, ഈ കൊച്ചി ബ്രോസിന്റെ കൂടെയുള്ള ഓണാഘോഷം അത് എങ്ങനെയുണ്ട്? രാവിലെ നബിദിനത്തിന് പോയി പള്ളിയിൽ പോയി നെയ്ച്ചോറൊക്കെ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ഓണം മൂഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ സെയ്ഫുന്നീസ? അതിനുശേഷം പറയാം ചുറ്റുമുള്ള വിശേഷങ്ങൾ. ലക്ഷ്മി ഉത്മ, സ്വാതി, ഹാപ്പി ഓണം, ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ ഉള്ളത് തൃക്കാക്കര അമ്പലത്തിലാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ കറങ്ങിയാണ് ഇവിടെ വന്നത്. നേരത്തെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നിന്ന് സദ്യയുടെ ഒപ്പം തന്നെ പായസത്തിൻ്റെ സ്റ്റാളൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞിപ്പോൾ തൃക്കാക്കര അമ്പലത്തിൽ വന്ന് തൃക്കാക്കര അമ്പലത്തിലെ കൊടിയിറക്കം കണ്ടിട്ട് നിൽക്കുകയാണ്. ഏകദേശം ഓണത്തിൻ്റെ തിരുവോണ മഹോത്സവത്തിന് തൃക്കാക്കരയിൽ പരിസമാപ്തിയായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്കൊക്കെയാണ് പോകുന്നത് ഓണത്തിൻ്റെ. പക്ഷെ നാളെ അവിട്ടം, അതിനുശേഷം ചതയം, അങ്ങനെയൊക്കെ ആഘോഷങ്ങൾ തീരുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കൂടി ഓണത്തിൻ്റെ ഒരു വൈബ് ഉണ്ടാവും. നമ്മുടെ ഗൾഫ് മലയാളികൾക്കാണെങ്കിൽ ഇനിയുള്ളൊരു 6 മാസത്തേക്ക് ഓണം ആഘോഷം തന്നെയായിരിക്കും, വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ. എന്തായാലും തിരുവോണത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. ഇന്ന് രാവിലെ ആറന്മുള വള്ളസദ്യ, തിരുവോണത്തോണി എത്തി, ആറന്മുള വള്ളസദ്യ കഴിഞ്ഞു. അതിനുശേഷം തൃക്കാക്കരയിൽ വാമനൻ മഹാബലിയെ എതിരേറ്റ് വാമനമൂർത്തി ശ്രീകോവിലിൽ കൊണ്ടുവന്ന് കുടിയിരുത്തി. അതിനുശേഷം വിഭവ സമൃദ്ധമായ തിരുവോണ സദ്യ തൃക്കാക്കര അമ്പലത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വലിയ രീതിയിൽ ഭക്തജന തിരക്കുണ്ടായിരുന്നു. ശബരിമലയിൽ വലിയ തിരക്കുണ്ടായിരുന്നു. ഒക്കെ നമ്മൾ കണ്ടു, ആ ദൃശ്യങ്ങളെല്ലാം കണ്ടു. വിഭവസമൃദ്ധമായ സദ്യ ലോകത്തെമ്പാടുമുള്ള മലയാളികളും വിദേശികളും ഒക്കെ കണ്ടു. ഞാനിപ്പോൾ ഇവിടെ തൃക്കാക്കര അമ്പലത്തിൽ വന്നപ്പോൾ ഒരു 30 പേരുടെ തമിഴ് സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ തിരുവോണാഘോഷങ്ങൾ കാണാനായി തൃക്കാക്കര അമ്പലത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, മലയാളികൾക്ക് മാത്രമല്ല ഓണം എന്നുള്ളത്, ലോകത്തുള്ള എല്ലാവർക്കും ഈ ഇത്തരം ആഘോഷങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട്. തൃക്കാക്കര അമ്പലത്തിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ ഇന്ന് തിരുവോണ ദിവസം തൃക്കാക്കരയിൽ മഹോത്സവമാണ്. അത്തത്തിന് കൊടിയേറിയ കൊടി ഇന്ന് കൊടിയിറക്കായിരുന്നു. വൈകിട്ട് ഇപ്പോൾ 5:30 കൊടിയിറക്ക് ചടങ്ങുകൾ പൂർത്തിയായി. ഇപ്പോൾ ഇവിടുന്ന് പ്രതിഷ്ഠയും കൊണ്ട് ആറാട്ട് ചടങ്ങുകൾക്ക് വേണ്ടി പോയിരിക്കുകയാണ്. അതിനുശേഷം ശ്രീകോവിലിന് അമ്പലം വലം വെച്ച് ശ്രീകോവിലേക്ക് തിരിച്ചു കയറും. മഹാബലിയെ തിരിച്ച് പറഞ്ഞയക്കും എന്നുള്ളതാണ് ഒരു ഐതിഹ്യം. അങ്ങനെയാണ് ചടങ്ങുകളും നടക്കുന്നത്. എന്തായാലും ചടങ്ങ് അങ്ങനെയാണെങ്കിലും വേഗം മഹാബലിയെ പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് എന്തോ തോന്നുന്നില്ല.